ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഞാനിന്ന് ഈ കാണുന്നൊരു മെറ്റീരിയൽ വെച്ചിട്ടൊരു പാൻറ്റും ടോപ്പുമാണ് സ്റ്റിച്ച് ചെയ്യുന്നത്. നമ്മൾ യൂഷ്വലി ടോപ്പ് സ്റ്റിച്ച് ചെയ്യുന്ന പോലെ തന്നെ നമ്മൾ ലൈനിങ് 4ആയിട്ട് മടക്കി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മുടെ അളവുകളെല്ലാം ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് നമുക്കതൊന്ന് കട്ട് ചെയ്തെടുക്കണം. ഇപ്പോൾ ഞാനത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ ഫ്രണ്ട് ആൻഡ് ബാക്ക് നെക്ക് പീസിന് വേണ്ടിയിട്ടുള്ള ക്യാൻവാസും കട്ട് ചെയ്ത് ഒട്ടിച്ചെടുത്തു. ഇപ്പം നമ്മൾ ഫ്രണ്ട് പീസ് നമ്മളിതുപോലെ കട്ട് ചെയ്തെടുത്തതിൻ്റെ മുകളിലേക്ക്, നമ്മുടെ നല്ല തുണിയുടെ മുകളിലേക്ക് നമ്മൾ ഈ ഒരു പാറ്റേൺ ആണ് ചെയ്യുന്നത്. അതിനായിട്ട് നമ്മൾ പാൻറ്റിൻ്റെ തുണിയിൽ നിന്ന് കുറച്ച് ഭാഗം കട്ട് ചെയ്തെടുത്തിട്ട് മേളിലോട്ട് ഇതുപോലെ വെച്ച് കൊടുക്കുകയാണ്. ജസ്റ്റ് ഒന്ന് അടിച്ചു കൊടുത്ത് അതിൻ്റെ മേളിൽ കൂടെ നമ്മൾ സാധാ ചെയ്യുന്ന പോലെ തന്നെ നെക്ക് വെച്ച് പതിച്ചടിച്ചു. അങ്ങനെ അതിൻ്റെ പരിപാടിയെല്ലാം കഴിഞ്ഞു. ഇതൊരു സ്ലീവ്ലെസ് ആയിരുന്നുകൊണ്ട് തന്നെ നമ്മൾ ഈ ജസ്റ്റ് ഒരു ക്രോസ് പീസ് വെച്ച് കൊടുത്തിട്ട് ഇതൊന്ന് മറിച്ചടിക്കുകയാണ് ഈ സ്ലീവിൻ്റെ അവിടെ ചെയ്യുന്നത്. അപ്പോൾ ആ പരിപാടിയും ചെയ്തെടുക്കുവാണ്. അപ്പം ഞാൻ ഇതുപോലെ അടിച്ചെടുത്തിട്ടുണ്ട്. നമ്മുടെ 2 സ്ലീവ്സിൻ്റെ ആ ഒരു ഭാഗവും നന്നായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ഷേപ്പ് ഒന്ന് അടിച്ചു കൊടുക്കണം. അപ്പോൾ അതിനായിട്ട് ഞാൻ ഇതുപോലെ മാർക്ക് ചെയ്തിട്ടുണ്ട്. നമ്മുടെ സ്ലിറ്റിൻ്റെ ആ ഒരു പോയിൻ്റ് വരെയും ഇതുപോലെ അടിച്ചെടുത്തിട്ടുണ്ട് 2 സൈഡും. ഇനി നമുക്ക് ഇതിൻ്റെ ഏറ്റവും ഈ ഒരു താഴ്വശം ഉണ്ടല്ലോ, അതൊന്ന് മടക്കി അടിച്ചു കൊടുക്കണം. ആദ്യം നമ്മുടെ ലൈനിങ് പീസ് അടിച്ചു കൊടുക്കാം. അതിനുശേഷം നമ്മുടെ ആ ഒരു മെയിൻ ക്ലോത്ത് ഇതുപോലെ ഡബിൾ ഫോൾഡ് ചെയ്തിട്ട് നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇതടിച്ചതിന് ശേഷം നമുക്ക് സ്ലിറ്റ് ഒന്ന് അടിച്ചെടുക്കണം. അതിനായിട്ട് നമ്മുടെ ഇതുപോലെ ലൈനിങ്ങും നല്ല തുണിയും ഒരേപോലെ ഒന്ന് എടുത്തിട്ട് നമ്മൾ സ്ലിറ്റ് ഇപ്പം അടിച്ച് നിർത്തിയ ആ ഒരു പോയിൻ്റ് ഉണ്ടല്ലോ, അവിടെ നമുക്ക് ഇങ്ങനെ ഇതുപോലെ ഒന്ന് അവിടെ വെച്ചിട്ട് ഡബിൾ ഫോൾഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ആ നേരെ ഡബിൾ ഫോൾഡ് ചെയ്ത് താഴെ വരെയും നമുക്ക് അടിച്ചെടുക്കണം. അങ്ങനെ 4 സൈഡും നമുക്ക് അടിച്ചെടുക്കണം ഈ ഒരു സ്ലിറ്റിൻ്റെ. അങ്ങനെ നമ്മൾ ഈ ഒരു സ്ലിറ്റും കൂടെ അടിച്ചു കഴിയുമ്പോഴത്തേക്കിന് നമ്മുടെ ചുരിദാർ ഇവിടെ റെഡി ആയി കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് പാൻറ്റാണ് സ്റ്റിച്ച് ചെയ്യേണ്ടത്. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം. ഇനി നമുക്ക് പാൻറ്റ് എങ്ങനെയാണ് തയ്ക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് നമ്മൾ തുണി ഇതുപോലെ ഒന്ന് 2ആയിട്ട് ആദ്യം മടക്കിയിട്ടിട്ട് അതിനെ ഒന്നുകൂടെ മടക്കി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ 2 ഫോൾഡിങ് വരുന്ന രീതിയിൽ. ഇനി നമുക്ക് ഇവിടെ 4 ഓപ്പണിങ് എന്നുള്ള രീതിയിലാണ് കേട്ടോ. ഇനി നമുക്ക് ഒരു 1/2 ഇഞ്ച് ഗ്യാപ്പിൽ ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കാം. ഈ ഒരു 1/2 ഇഞ്ച് ഗ്യാപ്പ് എന്ന് പറഞ്ഞാൽ നമുക്ക് കൂട്ടി അടിക്കാനായിട്ടുള്ളതാണ്. ഈ ഒരു 1/2 ഇഞ്ച് ഗ്യാപ്പ് നമ്മൾ തയ്യൽ തുമ്പ് കൊടുത്തേക്കുന്നത്. അപ്പോൾ അതൊന്ന് നമുക്ക് താഴെ വരെയും സ്ട്രെയിറ്റ് ആയിട്ടൊന്ന് മാർക്ക് ചെയ്യാം. ഇനി ഒരു 2 ഇഞ്ച് നമുക്ക് ബെൽറ്റിന് വേണ്ടി ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണം. നമ്മൾ ഇലാസ്റ്റിക്കാണ് കൊടുക്കുന്നത്. അപ്പോൾ ആ ഒരു 2 ഇഞ്ച് നമ്മൾ ഇലാസ്റ്റിക് വെക്കാനായിട്ടുള്ള രീതിയിലൊന്ന് കൊടുത്തു. ഇനി അതൊന്ന് സ്ട്രെയിറ്റ് ചെയ്ത് ഇതുപോലെ ഒന്ന് വരച്ചു കൊടുക്കാം. ഈ ഒരു 2 ഇഞ്ചിന് അവിടേക്ക് നമ്മുടെ വേസ്റ്റ് റൗണ്ട് മൊത്തത്തിൽ നമുക്ക് കിട്ടുന്നത് 14 ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി ഇവിടെ നിന്ന് നമുക്ക് താഴത്തേക്ക് 15 ഇഞ്ചാണ് നമ്മൾ ക്രോച്ച് കൊടുക്കുന്നത്. ഇത് ഇച്ചിരി XL 2XL സൈസൊക്കെ ആയതുകൊണ്ടാണ് നമ്മൾ ഇത് ഇത്രയും കൊടുക്കുന്നത്. 15 ഇഞ്ച് കൊടുത്തു. ഇവിടേക്ക് നമ്മുടെ ആ വേസ്റ്റ് വണ്ണം 16 ഇഞ്ച്. ഇവിടെ നിന്നാണ് നമ്മൾ പോയിൻ്റ് മാർക്ക് ചെയ്യേണ്ടത്. ഇങ്ങനെ 16 ഇഞ്ച് നമ്മുടെ ഈ ഒരു പോയിൻ്റിൽ നിന്നാണ് വരേണ്ടത്. ഇവിടെ വരുമ്പോഴും നമുക്ക് 14 ഇഞ്ച് ഈ ഒരു പോയിൻ്റിൽ നിന്ന്. ഇനി ഇതൊന്ന് നമുക്ക് കൂട്ടി വരച്ചു. ഇവിടെ ഒരു കർവ് വരച്ചു കൊടുക്കണം. ഇങ്ങനെ ഒരു കർവ് വരച്ചു കൊടുത്തു. ഇനി നമുക്ക് ഇതിൻ്റെ ടോട്ടൽ ലെങ്ത് ഇവിടെ നിന്ന് നമ്മൾ ടോട്ടൽ ലെങ്ത് എടുക്കുന്നത് 29 അല്ല 30 ഇഞ്ചാണ് നമ്മൾ ടോട്ടൽ ലെങ്ത് എടുക്കുന്നത്. ഈ ഒരു 30 ഇഞ്ചിൻ്റെ ഇവിടേക്ക് നമുക്ക് കാലിൻ്റെ വണ്ണം 8 ഇഞ്ച്. നമ്മുടെ ഈ ഒരു 1/2 ഇഞ്ച് ഇവിടെ വന്നിട്ടില്ലാത്തതുകൊണ്ട് ഇതും കൂടെ 1/2 ഇഞ്ച്, ഈ 1/2 ഇഞ്ചിലോട്ട് വെച്ച് 8 ഇഞ്ച് നമുക്കിവിടെ കൊടുക്കാം. ഇതൊന്ന് കൂട്ടി വരച്ചു. ഇനി ഈ ഒരു പോയിന്റിൽ നിന്നും ഇങ്ങോട്ടേക്ക് വരയ്ക്കാം. ഇപ്പോൾ നമ്മളിത് ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ആ ഒരു ക്രോസ് ഏരിയ നമുക്കൊന്ന് അടിച്ചെടുക്കണം. ഇതുപോലെ 2 പീസ്, അതായത് നമുക്കൊരു ഫ്രണ്ടും ബാക്കും ഇതുപോലെ 2 പീസ് വെച്ച് കൊടുത്തിട്ട് നമുക്ക് ആ ഒരു സൈഡിൽ ഒരു 1/4 ഇഞ്ച് വിട്ടിട്ട് ഇവിടുന്ന് ആ ഒരു താഴെ വളവിൻ്റെ അവിടെ വരെ ഇവിടെ വരുമ്പോഴത്തേക്കും ലൈറ്റായിട്ട് ചെറുതായിട്ട് ആ ഒരു ഔട്ട് സൈഡിലോട്ട് കോർണർ പോയിന്റിലോട്ട് അടിച്ച് നിർത്തുന്ന രീതിയിൽ നമ്മളിത് ഇതുപോലെ അടിച്ചെടുത്തിട്ടുണ്ട്.
ഇതുപോലെ തന്നെ 2 പീസ് നമ്മൾ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് നിവർത്തി ഇട്ട് കൊടുക്കാം. ഇതുപോലെ ഒരു പീസ് നിവർത്തി അതിൻ്റെ മേലേക്ക് മറ്റേ പീസ് കൂടെ ഒന്ന് വെച്ച് കൊടുത്തു. നല്ല വശം രണ്ടും ഒരുപോലെ കൂട്ടിമുട്ടിച്ചാണ് വെക്കുന്നത്. ചീത്ത വശമാണ് നമ്മൾ മുകളിലും താഴെയായിട്ട് കാണുന്നത്. അപ്പം നമ്മൾ അടിച്ചു കൊടുത്ത ഭാഗം ഇതുപോലെ സെൻറ്റർ ഒരുപോലെ ഒന്ന് വെച്ചിട്ട് നമുക്ക് ഈ ഒരു സൈഡില്ലേ, നമ്മുടെ ആ 2 സൈഡും ഒന്ന് അടിച്ചെടുക്കണം. ഈ ഒരു അറ്റത്തേന്ന് ഒരു മുക്കാൽ ഭാഗം, ഒരു 1/4 ഭാഗം നമ്മളൊന്ന് വിട്ടിട്ട് ഈ ഒരു ഇവിടെ ഒന്ന് നിർത്തി നമുക്ക് അവിടെ ഒന്ന് ജസ്റ്റ് മടക്കി അടിച്ചു കൊടുക്കേണ്ടതുണ്ട് താഴെ വശം. അപ്പോൾ നമ്മൾ ഇച്ചിരി മേളിൽ കയറ്റി നിർത്തി അടിച്ച് നിർത്താം. അപ്പോൾ അതൊന്ന് 2 സൈഡിലും നമുക്ക് ഒരുപോലെ ഒന്ന് അടിച്ചെടുക്കണം. ഇത് ഭയങ്കര ഈസിയാണ് കേട്ടോ ഈ പാൻറ്റ് തയ്ക്കാനായിട്ട്. എനിക്കധികം ബുദ്ധിമുട്ടായിട്ടാണ് തോന്നിയത്, പക്ഷേ നല്ല എളുപ്പമുണ്ടായിരുന്നു. അപ്പോൾ നമ്മളിത് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു താഴ്വശം ഇതുപോലെ ഒന്ന് ഡബിൾ ഫോൾഡ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഞാൻ ഒറ്റ കയ്യിൽ വെച്ചേക്കുന്നതുകൊണ്ടാണ് ഇങ്ങനെ ചോക്കൊക്കെ വെച്ച് കാണിച്ചിരുന്നത്. ഒന്ന് നമുക്ക് 2 സൈഡും അടിച്ചെടുക്കാം. ഇതും ജസ്റ്റ് നമ്മൾ ഡബിൾ ഫോൾഡ് ചെയ്ത് അടിച്ചെടുക്കുന്നേ ഉള്ളൂ. വേണമെങ്കിൽ നമുക്കൊരു പടിയായിട്ട് ഇച്ചിരി വീതിയിൽ നല്ല പടിയായിട്ട് തന്നെ കൊടുക്കാൻ, വേണമെങ്കിൽ നമ്മുടെ ഇഷ്ടത്തിന് ഏത് ഡിസൈനാണോ അങ്ങനെ ചെയ്യാം. ഇതിപ്പം തുണി അനുസരിച്ച് ഞാൻ ചുമ്മാ ഒരു മടക്കി അടിച്ചു കൊടുത്തതേ ഉള്ളൂ. ഇനി നമുക്ക് ഹിപ്പിൻ്റെ അവിടെ ഇതുപോലെ ഒരു 1/4 ഇഞ്ച് മടക്കിയിട്ട് ആ ഒരു നമ്മൾ 2 ഇഞ്ചിൻ്റെ ഒരു ലൈൻ വരച്ചല്ലോ അവിടെ വെച്ചൊന്ന് മടക്കി ഇതുപോലെ ഈ വീഡിയോ കാണുന്ന പോലെ തന്നെ നമുക്കൊന്ന് അടിച്ചെടുക്കണം. എന്നിട്ട് ഇതിനകത്തൂടെ നമ്മൾ ഇലാസ്റ്റിക് കയറ്റി കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ആ ഒരു ഹിപ്പിൻ്റെ സൈസിൻ്റെ അനുസരിച്ചുള്ള ഇലാസ്റ്റിക് ഒരു 4-5 ഇഞ്ച് കുറച്ചിട്ട് അതൊന്ന് നമുക്ക് കയറ്റി കൊടുക്കാം. അത്രയും ചെയ്ത് കഴിയുമ്പോഴത്തേക്കിന് നമുക്ക് നിവർത്തി ഇട്ട് കൊടുക്കണം. അതായത് മറിച്ചിട്ട് കൊടുത്തിട്ട് ഇതുപോലെ ആ ഉൾവശം ഒന്ന് അടിച്ചെടുക്കണം. ഇതേപോലെ ഉൾവശം ഒന്ന് കാലിൻ്റെ അവിടെ അടിച്ചെടുത്തു. അപ്പം നമ്മുടെ പാൻറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ഈസി ആയിട്ടൊരു സ്ട്രെയിറ്റ് കട്ട് പാൻറ്റ് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പം നമുക്ക് കൊടുക്കാനുള്ള 3 ടോപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. താങ്ക് യു ഓൾ ഫോർ വാച്ചിങ്.